കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഏറെ ത്യാഗം സഹിച്ചാണ് ഐക്യ കേരള കോൺഗ്രസ് രൂപീകരിച്ചതെന്നും ആ കേരള കോൺഗ്രസ് ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്തതുകൊണ്ടാണ് കേരളത്തിൽ വലിയ ശക്തിയായി മാറിയതെന്നും മോൻസ് ജോസഫ് MLA പറഞ്ഞു. KM മാണി സാറിന്റെ മരണശേഷം പാർട്ടിയിൽ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമായെന്നും എന്നാൽ നിലവിൽ UDF-നൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് വലിയ വിജയം നേടുകയും ചെയ്തിരിക്കുകയാണെന്നും മോൻസ് ജോസഫ് MLA പറഞ്ഞു. കേരള കോൺഗ്രസ് പുനർചിന്തനത്തിന് തയ്യാറാകണമെന്നും മറിച്ചായാൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും യഥാർത്ഥ കേരള കോൺഗ്രസിലേക്ക് കുത്തൊഴുക്കുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമാരാധ്യനായ നേതാവ് ശ്രീ KM മാണി സാറും അതുപോലെ തന്നെ സമാരാധ്യനായ ശ്രീ PJ ജോസഫ് സാറും അവർ രണ്ടുപേരും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ ഐക്യം യാഥാർത്ഥ്യമാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് അജയ്യ ശക്തിയായി മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടോടെയാണ്. അതിൽ വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും ഒക്കെ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സഹകരിച്ച് നിന്ന് മുന്നോട്ട് പോയപ്പോൾ കേരള കോൺഗ്രസ് കൂടുതൽ ശക്തിയായി തീർന്നു, കൂടുതൽ സീറ്റുകളിൽ ജയിച്ചു വന്നു, മന്ത്രിസഭയിൽ തന്നെ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. മാണി സാറിനൊക്കെ നഷ്ടപ്പെട്ടു പോയ ധനകാര്യ വകുപ്പൊക്കെ മാറി മലിനജലത്തിൽ ഉരുട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആക്ഷേപങ്ങൾ വന്ന കാലം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി കേരള കോൺഗ്രസ് വളരെ ശക്തമായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും KM മാണി സാറും PJ ജോസഫ് സാറും എല്ലാം ഒരു ടീമായി നിൽക്കുന്ന UDF സംവിധാനത്തിൽ കേരള കോൺഗ്രസിന് വളരെ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി കേരള രാഷ്ട്രീയത്തിൽ വളർച്ചയിലേക്ക് വരുന്ന കേരള കോൺഗ്രസിനെയാണ് കാണുന്നത്. എന്നാൽ KM മാണി സാറിൻ്റെ മരണശേഷം കേരള കോൺഗ്രസിൽ പിന്നീട് ഉണ്ടായത് ഒരു പിന്തുടർച്ച അവകാശത്തെ ചൊല്ലി ഒരു തർക്ക വിഷയം ഉയരുകയും അതേ തുടർന്ന് ശ്രീ ജോസ് കെ മാണി നേതൃത്വം കൊടുത്തുകൊണ്ട് പുതിയ പാർട്ടി രൂപം കൊടുക്കുകയും ചെയ്തു. കേരള കോൺഗ്രസിലെ സീനിയർ നേതാക്കളായ PJ ജോസഫ് സാറിനെയും CF തോമസിനെയും മുന്നേ നിർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഉറച്ച നിലപാടെടുത്തു. മാണി സാറിൻ്റെ പിന്തുടർച്ചയായി അദ്ദേഹം ഉൾപ്പെടെ യോജിപ്പിച്ച കേരള കോൺഗ്രസ് UDF-ൽ തുടരുക, കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ് ഒഴിവാക്കുക. അത് നല്ല തീരുമാനമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതിലും വിട്ടുവീഴ്ച ചെയ്യാൻ എല്ലാവരും തയ്യാറായിരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു വികാരത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ പിളർപ്പിലേക്ക് ഒരു വിഭാഗം പോയപ്പോൾ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലായി തീർന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെട്ടു, പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രതിസന്ധിയിൽ നിന്നപ്പോഴും ഞങ്ങൾ പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. കേരള കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഏറ്റവും സീനിയർ നേതാവ് ശ്രീ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടലുകളും ശക്തമായ പ്രവർത്തനങ്ങളുമാണ് കേരളം ഒട്ടാകെ നടത്തിയത്. അതിനിപ്പോൾ റിസൾട്ട് ഉണ്ടായി. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്തു. LDF-ലേക്ക് പോകേണ്ടതില്ല, UDF-ൽ അടിയുറച്ചു നിൽക്കുക. UDF-നോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ആണ് ഭാവി രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ നടന്നത്. അത് ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് കാലം തെളിയിച്ചു. തന്നെയുമല്ല, ഞങ്ങളെ കുഴിച്ചുമൂടി ഇല്ലാതാക്കുക, കേരള കോൺഗ്രസ് മറുഭാഗത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുക എന്നാണ് അവരുദ്ദേശിച്ചതെങ്കിൽ ജനങ്ങളെടുത്ത നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. എനിക്ക് വിനീതമായി പറയാനുള്ളത്, അവർക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ പരാജയം രാഷ്ട്രീയമായി അവരെടുത്ത നിലപാടിനുള്ള തിരിച്ചടി കൂടിയാണ്. അവർ സംതൃപ്തരാണെന്ന് പറഞ്ഞു, അവിടെ അവർക്കെല്ലാം തികഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ ജനങ്ങളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജനാധിപത്യ ഈശ്വര വിശ്വാസികൾ അധ്വാന വർഗത്തിൻ്റെ പ്രസ്ഥാനം എന്നതിൽ കേരള കോൺഗ്രസിനെ നിലനിർത്തുവാൻ UDF-ലുള്ള കേരള കോൺഗ്രസിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ പുനർചിന്തനത്തിന് ആ പാർട്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് സ്വീകരിക്കാവുന്ന കാര്യം. ഇല്ലെങ്കിൽ അവരുടെ അണികൾ, ഒരു സംശയവും വേണ്ട, വരും മാസങ്ങളിൽ അവിടെ നിന്നൊരു കുത്തൊഴുക്ക് പോലെ അവരുടെ അണികളെ നഷ്ടപ്പെടും. അവരെല്ലാം ഞങ്ങളോടൊപ്പം അണിചേരും. കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള UDF-ന്റെ ഭാഗമായി കേരള കോൺഗ്രസ് അണികൾ ഒരു കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കുന്ന നല്ല കാലമാണ് വരും വർഷങ്ങളിൽ കാണാൻ പോകുന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.